രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വയനാട്ടിലെ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പാഴായില്ല എന്ന സൂചനകളാണ് ഈ ശീതകാല സമ്മേളനത്തിനിടയിൽ ലോക്സഭയിൽ കണ്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ മുന്നണി പോരാളികളിൽ ഒരാളായി നിന്ന് പ്രിയങ്ക ഉജ്ജ്വലമായി ഭരണകക്ഷിയായ BJPക്കെതിരെ സംസാരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ശീതകാല സമ്മേളനത്തിനിടയിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുമായി BJP വരുന്നത്. പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനുള്ള ഭൂരിപക്ഷത്തിനു വേണ്ടി പെടാപ്പാട് പെടുകയാണ് BJP. 2014-ലും 2019-ലും അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി മന്ത്രിസഭ പൂർണ്ണ ഭൂരിപക്ഷമുള്ളതായിരുന്നു. എന്നാൽ ഇത്തവണ BJPക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല. മറ്റു ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടെയാണ് BJP ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പോലത്തെ ബൃഹത്തായ ഒരു ബില്ല് പാർലമെന്റിൽ പാസാക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 31 അംഗങ്ങളുടെ JPCയിൽ പ്രിയങ്ക ഗാന്ധിയും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. BJP MP PP ചൗധരിയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ചിരിക്കുകയാണ്. JPCയുടെ ശുപാർശകൾ ലഭിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്ത വെല്ലുവിളി പാർലമെന്റിൽ പാസ്സാക്കുക എന്നുള്ളതാണ്. വൺ നേഷൻ വൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബിൽ ഭരണഘടനാ ഭേദഗതി ബില്ലായതിനാൽ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബിൽ പാസ്സാക്കുന്നതിന് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ആർട്ടിക്കിൾ 368(2) പ്രകാരം ഭരണഘടനാ ഭേദഗതികൾക്ക് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണെന്നുണ്ട്. ഇതിനർത്ഥം ഓരോ സഭയിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഈ ബില്ലിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ബിൽ പാസ്സാകില്ല. ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു വന്നത് പ്രിയങ്ക ഗാന്ധി JPCയിൽ ഉൾപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ഒരു MP എന്ന നിലയിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ കഴിവ് തെളിയിക്കുകയും JPC പോലുള്ള പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് കടന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അതും ലോക്സഭയിൽ. കനത്ത ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴവർ ഒരു പാർലമെന്റ് മെമ്പറാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയായിരിക്കും? അവർക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്? അത് നമുക്ക് നോക്കാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി. പ്രിയങ്ക ഗാന്ധി നിലവിലൊരു MP മാത്രമാണ്, പിന്നെ JPC അംഗവും. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് മുകളിൽ അധികാരവും ഉത്തരവാദിത്വങ്ങളുമുള്ള മറ്റ് ചിലരുണ്ട്, മന്ത്രിമാർ. മന്ത്രിമാർ 3 വിധത്തിലുണ്ട്. മന്ത്രിമാരെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇപ്പോഴത്തെ 3ാം മോദി സർക്കാരിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. മോദി സർക്കാരിലെ ഏറ്റവും വലിയ മന്ത്രിസഭയാണ് 2024-ലെ മോദി മന്ത്രിസഭ. 2014-ൽ മോദി ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തോടൊപ്പം 46 MPമാരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2019-ൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 59 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അതേസമയം 2024-ൽ NDA സർക്കാരിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 മന്ത്രിമാരാണുള്ളത്. മോദി 3.0-ൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരും 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണുള്ളത്. വേണമെങ്കിൽ ഇനി 9 MPമാർക്ക് കൂടി മന്ത്രിമാരാകാനുള്ള അവസരം മന്ത്രിസഭയിലുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ 81 മന്ത്രിമാരുടെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 91-ാം ഭേദഗതി പ്രകാരം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% മാത്രമേ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നിയമം. ലോക്സഭയിൽ ആകെ 543 സീറ്റുകൾ ഉള്ളതിനാൽ മന്ത്രിസഭയിൽ 81 മന്ത്രിമാർക്ക് അവസരം ഉണ്ടാകുമെന്ന് സാരം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75 പ്രകാരം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് രാഷ്ട്രപതിയാണ് മന്ത്രിസഭയ്ക്ക് അനുമതി നൽകുന്നത്. ക്യാബിനറ്റ് മന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, സഹമന്ത്രി എന്നിങ്ങനെ 3 തരത്തിലുള്ള മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിൽ ഉണ്ടാവുക. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ വ്യക്തികൾ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അതിനുശേഷം സ്വതന്ത്ര ചുമതല സഹമന്ത്രിമാർ വരും, പിന്നെ സഹമന്ത്രി. മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നവർക്ക് മറ്റ് MPമാരെ അപേക്ഷിച്ച് എല്ലാ മാസവും പ്രത്യേക അലവൻസുകളിൽ ലഭിക്കും. ക്യാബിനറ്റ് മന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, സഹമന്ത്രി. എന്താണ് ഈ 3 തരത്തിലുള്ള മന്ത്രിമാർ തമ്മിലുള്ള വ്യത്യാസം?
അതിനായി ആദ്യം ഈ 3 വിഭാഗത്തിലുള്ള മന്ത്രിമാർക്കും എന്താണ് ചുമതല എന്നും അവർക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എന്താണെന്നും അറിയണം. ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യമെടുത്താൽ അത്തരം മന്ത്രിമാർ നേരിട്ട് പ്രധാനമന്ത്രിക്കാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് എന്ത് മന്ത്രിസ്ഥാനം നൽകിയാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്കു തന്നെയാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം നൽകാം. ക്യാബിനറ്റ് മന്ത്രി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മന്ത്രിസഭാ യോഗത്തിലൂടെയാണ് ഭരിക്കുന്ന സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിക്ക് തൊട്ടു താഴെയുള്ളവരാണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുകയാണ് വേണ്ടത്. അതേസമയം അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. സഹമന്ത്രിമാരാണെന്ന് കരുതി അവർ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി സഹമന്ത്രിമാരുടെ കാര്യമെടുക്കാം. ക്യാബിനറ്റ് മന്ത്രിയെ സഹായിക്കാനാണ് സഹമന്ത്രിമാരെ നിയമിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിക്കല്ല, അതേ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിക്കാണ്. നമ്മുടെ സുരേഷ് ഗോപി ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരു മന്ത്രിസഭയിലെ ഒരു വകുപ്പിൽ ഒന്നിലധികം സഹമന്ത്രിമാരുണ്ടാകും. ക്യാബിനറ്റ് മന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രാലയത്തിൻ്റെ മുഴുവൻ ചുമതലയും സഹമന്ത്രിക്കാണുള്ളത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ പോലെ തന്നെ സാധാരണ സഹമന്ത്രിമാരും മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. സാധാരണയായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മന്ത്രിമാരാവുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്, എന്തായിരിക്കും അവരുടെ ശമ്പളം എന്നൊക്കെ. യഥാർത്ഥത്തിൽ ലോക്സഭയിലെ ഓരോ അംഗത്തിനും ശമ്പളവും അലവൻസുകളും നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയോ ക്യാബിനറ്റ് മന്ത്രിയോ സഹമന്ത്രിയോ ആകുന്ന എംപിമാർക്ക് മറ്റ് എംപിമാരെ അപേക്ഷിച്ച് എല്ലാ മാസവും വ്യത്യസ്തമായ അലവൻസുകളാണ് ലഭിക്കുന്നത്. എംപിമാർക്ക് ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ശമ്പള നിയമപ്രകാരമാണ് തീരുമാനിക്കുന്നത്. ഇതനുസരിച്ച് ലോക്സഭയിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 1 ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നത്. ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് അലവൻസായി 70,000 രൂപയും ഓഫീസ് ചെലവിനായി 60,000 രൂപയും പ്രത്യേകം നൽകുന്നുണ്ട്. ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിദിനം 2,000 രൂപ എംപിമാർക്ക് ബാറ്റയും ലഭിക്കും. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ലോക്സഭയിലേക്ക് ആദ്യമായി എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വരുമാനമാണിത്. നിലവിൽ പ്രിയങ്ക ഗാന്ധി ഒരു എംപി മാത്രമാണ്. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാ മാസവും സാങ്ച്വറി അലവൻസ് ലഭിക്കും. പ്രധാനമന്ത്രിക്ക് 3,000 രൂപയും ക്യാബിനറ്റ് മന്ത്രിക്ക് 2,000 രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് 1,000 രൂപയും സഹമന്ത്രിക്ക് 600 രൂപയുമാണ് സാങ്ച്വറി അലവൻസായി ലഭിക്കുന്നത്. ഇതെല്ലാ മാസവും ലഭിക്കും. ഈ അലവൻസ് അവർക്ക് നൽകുന്നത് ആതിഥ്യ മര്യാദയ്ക്ക് വേണ്ടിയാണ്. അതായത് മന്ത്രിമാരെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മികച്ച രീതിയിൽ ആതിഥ്യം അരുളാൻ വേണ്ടിയാണ് ഈ അലവൻസ് ചെലവാക്കേണ്ടത്. നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു എംപി മാത്രമായ പ്രിയങ്ക ഗാന്ധിക്ക് ഏകദേശം 1 ലക്ഷം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അതേസമയം ശമ്പളം മാത്രമല്ല അവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഒരു ലോക്സഭാ എംപിക്ക് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ എല്ലാ മാസവും ആകെ 2,30,000 രൂപയാണ് ലഭിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഒരു എംപിയുടെ കാര്യം മാത്രമാണ്. അതേസമയം പ്രധാനമന്ത്രിക്ക് പ്രതിമാസം 2,33,000 രൂപയും ക്യാബിനറ്റ് മന്ത്രിക്ക് 2,32,000 രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് 2,31,000 രൂപയും ലഭിക്കും. സാധാരണ സഹമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ 2,30,600 രൂപയാണ്. ഈ ലഭിക്കുന്ന തുകയ്ക്ക് എംപിമാർ നികുതി അടയ്ക്കേണ്ടതുണ്ടോ? എംപി ആയാലും പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിയായാലും ഭരണഘടനാ സംബന്ധമായ ചുമതലകളിലുള്ള ഏതു വ്യക്തിയായാലും എല്ലാവരും ആദായ നികുതി നൽകണം. എന്നാൽ അതിനൊരു ട്വിസ്റ്റുണ്ട്. ഇവർക്ക് ശമ്പളത്തിന് മാത്രം നികുതി നൽകിയാൽ മതി. നിയമമനുസരിച്ച് ലോക്സഭ രാജ്യസഭ എംപിമാർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർ ശമ്പളത്തിന് മാത്രമേ നികുതി നൽകൂ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ലഭിക്കുന്ന മറ്റ് പ്രത്യേക അലവൻസുകൾക്ക് നികുതി നൽകേണ്ടതില്ല. അതായത് 1 ലക്ഷം രൂപയാണ് ഒരു എംപിയുടെ പ്രതിമാസ ശമ്പളം. ഇതനുസരിച്ച് 12 ലക്ഷം രൂപയായിരിക്കും വാർഷിക ശമ്പളം. ഈ 12 ലക്ഷം രൂപയ്ക്ക് മാത്രമേ എംപിമാർക്ക് നികുതി നൽകേണ്ടതുള്ളൂ. സാധാരണയായി ഒരു എംപിക്ക് പ്രതിമാസം 2,30,000 രൂപ ശമ്പളവും അലവൻസുകളും ചേർത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൽ 1 ലക്ഷം രൂപ ശമ്പളവും 1,30,000 രൂപ അലവൻസുകളുമാണ്. എംപിമാർ ശമ്പളമായി വാങ്ങിക്കുന്ന 1 ലക്ഷം രൂപയ്ക്ക് മാത്രം നികുതി നൽകിയാൽ മതി.
1,30,000 രൂപ അലവൻസായാണ് ലഭിക്കുന്നത് എന്നതിനാൽ ആ തുകയ്ക്ക് നികുതി നൽകേണ്ടതില്ല.